നമസ്കാരം, എല്ലാവർക്കും Asilva യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആധാർ കാർഡും വോട്ടർ ഐഡിയും ലിങ്ക് ചെയ്യണമെന്നൊരു നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാസമായിട്ട് വന്നിട്ട് അപ്പോൾ ഇതെല്ലാവരും നമ്മൾ ചെയ്തിരിക്കണം. ഇതിപ്പോൾ ചെയ്യാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 5 മിനിറ്റ് നേരം വേണ്ടു നമ്മുടെ മൊബൈലിൽ ഇത് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ നമ്മുടെ ചെയ്യുന്നതിനൊപ്പം നമ്മുടെ വീട്ടിലുള്ളവരുടെയും എല്ലാവരുടെയും നമ്മളിത് ഒന്ന് ചെയ്യുക. ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് സൈറ്റ് വഴിയും അല്ലെങ്കിൽ നമുക്ക് മൊബൈലിലെ ആപ്ലിക്കേഷൻ വഴിയും ചെയ്യാം. നമ്മളിപ്പോൾ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ വോട്ടർ ഐഡിയും ആധാറുമായി ലിങ്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ മൊബൈലിൽ പ്ലേ സ്റ്റോർ എടുത്ത ശേഷം വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ലിങ്കിൽ നിന്നും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് പൂർത്തിയായി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് താഴെ വരുമ്പോൾ ഐ എഗ്രി എന്നുണ്ടാവും. അവിടെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാം. അപ്പോൾ നെക്സ്റ്റ് പേജിൽ നമ്മൾ ഭാഷ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. മലയാളം, ഇംഗ്ലീഷ് അങ്ങനെയല്ലാണ്ട് നമ്മൾ ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. നെക്സ്റ്റ് പേജിൽ നമ്മൾ ആദ്യം കാണുന്നത് വോട്ടർ രജിസ്ട്രേഷൻ എന്ന ലിങ്കാണ്. അപ്പോൾ വോട്ടർ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വോട്ടർ ഒതൻറ്റിക്കേഷൻ ഫോം 6B എന്നൊരു ലിങ്ക് അവിടെ കാണാം. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുടർന്ന് പോകുമ്പോൾ നമുക്ക് എന്തായാലും ഇത് ലോഗിൻ ചെയ്യേണ്ടി വരും, രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുക. ഒരു OTP നമുക്ക് വരും. ആ OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പാസ്വേഡ് എങ്ങനെയാണ് വേണ്ടതെന്ന് അതിനടിയിൽ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വോട്ടർ ഹെൽപ്പ് ലൈൻ ഫോം 6B എന്ന ആ ഒരു പേജിൽ ലെറ്റ് സ്റ്റാർട്ട് എന്ന് വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പേജ് വരും. ഇവിടെ നമുക്ക് വോട്ടർ ID ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാം. അപ്പോൾ നെക്സ്റ്റ് പേജിൽ നമ്മൾ വോട്ടർ ID കാർഡിലെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. തൊട്ട് താഴെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ ഫെച്ച് ഡീറ്റെയിൽസ് കാണും. ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ വോട്ടർ ID ഡീറ്റെയിൽസും ഫെച്ചൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വോട്ടർ ID ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. നെക്സ്റ്റ് പേജിൽ നമുക്ക് ആധാർ നമ്പർ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്പർ ഇല്ലാത്തവരാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ പാൻ കാർഡോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് കോപ്പി എടുത്തിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ആധാർ നമ്പർ ഉള്ളവരാണ് വെച്ചെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ പ്ലേസ് സ്ഥലം ഏതാ വെച്ചെങ്കിൽ അത് കൊടുക്കുക. ഇമെയിൽ ID ചോദിച്ചിട്ടുണ്ട്. അത് കമ്പൽസറി അല്ല, ഉണ്ടെങ്കിൽ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇത്രയും കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഡൺ കൊടുക്കുക. അപ്പോൾ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം താഴെയുള്ള കൺഫേമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യുവർ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. എന്നിട്ട് നമുക്കൊരു റെഫറൻസ് നമ്പർ കിട്ടും. വേണമെങ്കിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മാറ്റി വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇല്ല എന്ന് വെച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്റ്റാറ്റസ് നമുക്കൊന്ന് നോക്കാം എന്ന് മാത്രം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് നേരം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.